ഹായ്ഡാ മക്കളെ, സുഖം തന്നെയല്ലേടാ? അമീൻ സാറാണ്. നമ്മൾ അടിപൊളിയായിട്ട് 9ാം ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച 9ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. മക്കളെ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ ഉറപ്പാണ് നാളത്തെ എക്സാമിനേഷൻ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ മക്കൾ കൃത്യമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ മക്കളെ ലൈക്ക് ബട്ടൺ അമർത്തുക. മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ട് 40 ഇട്ടതല്ലേ? നിങ്ങൾക്കറിയാം ഹിസ്റ്ററിയിൽ 40 മാർക്കും ജോഗ്രഫിയിൽ 40 മാർക്കാണ്. ആ 40ൽ 30 നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് നിങ്ങളോട് പറഞ്ഞത്. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാണ്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എലക്ഷൻ ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം. ജനാധിപത്യ തെരഞ്ഞെടുപ്പിലുള്ള പ്രാധാന്യം എന്ത് ചെയ്യാൻ, വിശദമാക്കാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രാധാന്യം, ഇമ്പോർട്ടൻസ്. ഇതാണ് പ്രധാനപ്പെട്ട പ്രാധാന്യം. ഇത് മാത്രമല്ല കേട്ടോ, ഇതുണ്ട്. ഒന്നാമതാണ് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയുള്ള പ്രാധാന്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജന അഭിലാഷം എന്ത് ചെയ്യാൻ കഴിയും, പ്രതിഫലിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, പീപ്പിൾ ക്യാൻ സെലക്ട് ദ റൂളേഴ്സ് ഓഫ് ദെയർ ചോയ്സ് ത്രൂ എലക്ഷൻ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും, പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. എലക്ഷൻ ഈസ് എ ഗുഡ് റീസൺ ഫോർ ദ റൂളേഴ്സ് ടു ആക്ട് അക്കോർഡിംഗ് ടു ആസ്പിറേഷൻ ഓഫ് പീപ്പിൾ. അഥവാ ഭരണാധികാരികൾക്ക് ജനാഭിലാഷം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ എന്ത് ചെയ്യുന്നു, ഇത് സാധ്യമാകുന്നുണ്ട്. സോ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കണം. ഞാനൊരു ചെറിയൊരു ഷോർട്ട് നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യാറോ, ഒരു ചിത്രം വരച്ച് വെക്കാം. ഇത് പീപ്പിൾ എന്ന് ആലോചിക്കുക, ഇത് പീപ്പിൾ എന്ന് ആലോചിക്കുക കേട്ടോ. ഇതൊരു മനുഷ്യനാലോചിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഇവിടെ ഒരു എലക്ഷൻ കൊടുക്കുക. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അറിയാലോ, എലക്ഷൻ റിഫ്ലക്ട് ദ ആസ്പിരേഷൻ ഓഫ് പീപ്പിൾ എന്നാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുക എലക്ഷൻ എന്ത് ചെയ്തു, റിഫ്ലക്ട് ദ ആർക്കാണ്, ആസ്പിരേഷൻ ഓഫ് പീപ്പിൾ. ആസ്പിരേഷൻ ഓഫ് പീപ്പിൾ എന്ന് കൊടുക്കുക. ആസ്പിരേഷൻ ഓഫ് പീപ്പിൾ. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഇതിന് തന്നെ കിട്ടി. നോക്കി, എലക്ഷൻ റിഫ്ലക്ട് ദ ആസ്പിരേഷൻ ഓഫ് പീപ്പിൾ. ഇനി അടുത്ത നോക്കട്ടോ. അടുത്തത് ഇവിടെ തന്നെ വരിക, പീപ്പിൾ ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ആൻഡ് ചോയ്സ് ചെയ്യാൻ പറ്റും. സെലക്ട് ആൻഡ് ചോയ്സ് ത്രൂ എലക്ഷൻ. അടുത്ത പോയിന്റ് ഇവിടുന്ന് കിട്ടി. പീപ്പിൾ ക്യാൻ സെലക്ട് ആൻഡ് ചോയ്സ് ത്രൂ എലക്ഷൻ. ഇനി അടുത്തെന്താണ്, പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കാം, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ചെയ്യാം. ഏത് പ്രോസസ്സിന്, ഡെമോക്രാറ്റിക് പ്രോസസ്സിന് ആലോചിക്കുക, പ്രോസസ്സ്. അപ്പം നോക്കിട്ടോ, പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് റെസ്പോണ്ട് ഡെമോക്രാറ്റിക് പ്രോസസ്സ്. അപ്പോൾ മലയാളം മീഡിയക്കാർ എന്ത് ചെയ്യാം, ഇതിന് പകരം എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും പങ്കെടുക്കുന്നതിനും എന്ത് ചെയ്യുക, കൊടുക്കാം. ലാസ്റ്റത്തെ പോയിന്റ് ആണ്, എലക്ഷൻ എന്താണ്, ഗുഡാണ്. എലക്ഷൻ ഈസ് ഗുഡാന്ന് പറഞ്ഞു. എലക്ഷൻ ഈസ് ഗുഡ് എന്തിന്, ആക്ട് അക്കോർഡിംഗ് ആസ്പിരേഷൻ ഓഫ് പീപ്പിൾ. സോ ഈ പോയിന്റുകൾ മൊത്തം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ചിത്രത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒതുക്കി തന്നു. സോ ഇത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഉറപ്പിച്ച മക്കളെ, ഈ പ്രാവശ്യം എൻ്റെ മനസ്സ് പറയുന്നു ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകൾ എന്തെല്ലാം? ഇതാണ് പ്രധാനപ്പെട്ട ചുമതലകൾ. ഒന്നാമത്തെ ചുമതല, സൂപ്പർവൈസ് ദ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പ് എന്ത് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം. മേൽനോട്ടം മാത്രം വഹിച്ചാൽ പോരാ, എന്ത് ചെയ്യണം, വോട്ടർ പട്ടിക തയ്യാറാക്കണം. ഇത് പഠിക്കാൻ ഒരു മെത്തേഡ് പറഞ്ഞിട്ട് മക്കളെ, ഇതിൽ ഏറ്റവും ഷോർട്ട് പോയിന്റുകളാക്കി മാറ്റുക. അഥവാ ഇത് ഒരു പോയിന്റ് മാത്രം എടുക്കുക, മേൽനോട്ടം വഹിക്കണം. ഒന്നാമത്തെ പോയിന്റ് മേൽനോട്ടം വഹിക്കണം എടുക്കുക. രണ്ടാമത്തെ ദിനം പട്ടിക തയ്യാറാക്കണം. മൂന്നാമത്തെ ദിനം തീയതി പ്രഖ്യാപിക്കണം. അതേപോലെ ചിഹ്നങ്ങൾ അനുവദിക്കണം. പെരുമാറ്റച്ചട്ടം രൂപീകരിക്കണം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനം നടത്തണം. എന്നിവയൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ 4 പോയിന്റ് പഠിച്ചു വെക്കേണ്ടത്. 1, 2, 3, 4, 5, 6 പോയിന്റ് ഉണ്ട്. 2 പോയിന്റുകളുണ്ട്. അതേപോലെ വോട്ടിംഗ് ഫലപ്രഖ്യാപനം നടത്തണം. അതേപോലെ തന്നെ നിയമനം പരിശീലനം പറഞ്ഞ് ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ട്, എക്സ്പെൻസ് കണക്കാക്കണം. തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എന്ത് ചെയ്യണം, കണക്കാക്കണം. ഈ പോയിന്റ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, മധ്യകാല ഇന്ത്യയിൽ കച്ചവട പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ വിവിധ നടപടികൾ സ്വീകരിച്ചു. അവ ഏതെല്ലാം? സെവറൽ മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ് ഇൻ മിഡീവൽ ഇന്ത്യ. വാട്ട് ആർ ദേ? ഏതൊക്കെയാണ് ചോദിക്കും.
അതിൽ ഒന്നാമത്തതാണ് ഇവിടെ എന്ത് ചെയ്തു, പോസ്റ്റൽ ഫെസിലിറ്റീസ് വെർ മെയ്ഡ് എഫിഷ്യൻസ്, തപാൽ സൗകര്യം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അതേപോലെ ആൾക്കാർക്ക് എന്ത് കൊടുത്തു, ഇത് ഇവിടെ പോസ്റ്റൽ ഫെസിലിറ്റീസ് ഒന്ന് കട്ടികൂടി അല്ലേ, പോസ്റ്റൽ ഫെസിലിറ്റീസ്, ഗ്രാൻഡ് ലോൺസ്, കച്ചവടക്ക് എന്ത് ചെയ്തു, വായ്പകൾ നൽകി. കൺസ്ട്രക്ട് സരായികൾ എന്ത് ചെയ്തു, പണിതു. കൺസ്ട്രക്ട് റോഡ്സ് ആൻഡ് മേജർ സിറ്റീസ്, കൺസ്ട്രക്ട് റോഡ്സ് കണക്റ്റിംഗ് മേജർ സിറ്റീസ് ചെയ്തു. ഇംപ്ലിമെന്റ് യൂണിഫോം ടാക്സേഷൻ, പുതിയ ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി. ഇംപ്ലിമെന്റ് എഫിഷ്യന്റ് കോയിനേജ് സിസ്റ്റം. ഞാൻ പറഞ്ഞു, ഞാൻ അടയാളപ്പെടുത്തിയ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് ബാക്കിയുള്ള പോയിന്റ്സ് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കി. അപ്പം നിങ്ങൾക്ക് ആ പോയിന്റ് എപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓർമ്മയിൽ വരും. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മധ്യകാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ ഓണ എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാണ്. സോ പബ്ലിക് എക്സാമിന് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമുള്ളൂ, കാർഷിക പുരോഗതി ഉണ്ടെങ്കിൽ എന്തൊക്കെ വേണം, നല്ല കൃഷി നടക്കണമെങ്കിൽ എന്ത് വേണം, നല്ല മണ്ണ് വേണം, പിന്നെന്താണ്, നല്ല വെള്ളം വേണം, വാട്ടർ വേണം. പിന്നെ ആ കാലമായതുകൊണ്ട് ആരെ സപ്പോർട്ട് വേണം, രാജാവിന് സപ്പോർട്ട് വേണം. പിന്നെ അതിൻ്റെ കീഴിൽ ഒരു സഭയൊക്കെ ഉണ്ടെങ്കിൽ, അതിൻ്റെ കീഴിൽ ഒരു സമിതി അല്ലെങ്കിൽ അസോസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കാർഷിക പുരോഗതി ഉണ്ടാവും. സോ ഇതിൻ്റെ പോയിന്റ് ഇതിവിടെ ഉണ്ട്. ഈ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ബാക്കി അത് കണക്ട് ചെയ്യാനേ ഉള്ളൂ. നോക്കട്ടോ, ഒന്നാമത്താണ് മണ്ണ് വേണം. മണ്ണിനാണ് അന്ന് കൃത്യമായിട്ട് എന്തുണ്ടായിരുന്നു, അലോവേൽ ഡെപ്പോസിറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടറീസ് അഥവാ കൈവഴികളിലൂടെ ഒഴുകിയെത്തിയിരുന്ന മണ്ണുണ്ടായിരുന്നു. പിന്നെന്താ, വെള്ളത്തിൻ്റെ കാവേരി നദിയിലെ ജലസമൃദ്ധി അഥവാ വാട്ടർ പ്രോസ്പെരിറ്റീസ് ഓഫ് കാവേരി റിവർ ഓഫ് കാവേരി. പിന്നെ അടുത്തതാണ് രാജാക്കന്മാർ ചെയ്തത്, കിങ്സ് ഇവിടെ ചെയ്തു കൊടുത്തു. കനാൽ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ ബൈ ദ ചോളാസ് കിങ്സ്, അഥവാ ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ. പിന്നെ ഇവർക്ക് വർക്ക് അണ്ടർ ദ സഭാസ് എന്ത് ചെയ്തു ഉണ്ടായിരുന്നു. ഇവർക്ക് എന്ത് ചെയ്തു, ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി പ്രവർത്തിച്ചിരുന്ന സമിതികൾ ഉണ്ടായിരുന്നു. ആ സമിതിനാണ് എന്ത് ചെയ്യുക, സഭ എന്ന് വിളിക്കുക. അപ്പം ഈ പോയിന്റ് എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മധ്യകാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എഴുതാൻ കഴിയും. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, 8ാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കറിയാം 8ാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ ചാപ്റ്റർ, കേരള 8th to 18th century ആയിട്ടുള്ള ചാപ്റ്റർ, കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. നോക്കാണ്, ഇത് തന്നിരിക്കുന്നത് സ്വരൂപങ്ങളെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ സ്വരൂപങ്ങളാണുള്ളത് അത് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും, ഫില്ലപ്പ് ആകാൻ കഴിയും. ഇതാണ് പ്രധാനപ്പെട്ട നാടുവായി സ്വരൂപങ്ങൾ. ഒന്നാമത്തെ സ്വരൂപമാണ് കോലോത്ത് സ്വരൂപം, കോലോത്ത് നാട്. മനസ്സിലാക്കി വെക്കാൻ പറഞ്ഞാൽ കോലുള്ള ആൾക്കാർ കാണപ്പെടുന്ന കോലോത്ത് നാട്ടിലാണ്, മനസ്സിലാക്കി വെക്കാം. അടുത്താണ് നെടിയൂരപ്പ് സ്വരൂപം. നെട്ടിക്കുന്ന ആൾക്കാരൊക്കെ എവിടെ ഉള്ളത്, നെട്ടിക്കുന്ന ആൾക്കാർ മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞത് നെട്ടിക്കുന്ന ആൾക്കാരുടെയാണ് നെടിയൂരപ്പ് സ്വരൂപക്കാർ, ഏറെ നാടാ, മനസ്സിലാക്കി വെക്കാം. അടുത്താണ് പെരുമ്പടുപ്പ് സ്വരൂപക്കാർ, കൊച്ചിക്കാരെ മനസ്സിലാക്കുക. പെരും ഷോ ഓഫ് നടത്തുന്ന ആൾക്കാർ അറിയിക്കാർ കൊച്ചിക്കാർ നിൽക്കുക. നമ്മ കൊച്ചിക്കാരാണ്, നമ്മ സൂപ്പറാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പെരും അഥവാ ഫ്രീക്കന്മാരൊക്കെ ഏറ്റവും കൂടുതൽ കൊച്ചിക്കാരാണ്. ഇപ്പോൾ പെരും ഷോ ഉള്ള ആൾക്കാരാണ് കൊച്ചിക്കാരെ, മനസ്സിലാക്കി വെക്കുക. തൃപ്പാപ്പൂർക്കാർ വേണാട്ടുകാരെ മനസ്സിലാക്കുക. വേണാട് സുരാജ് വെഞ്ഞാർമൂട് എന്നാലോചിക്കണ തൃപ്പാപ്പൂർക്കാർ എന്ത് ചെയ്യുക, വേണാട് സ്വരൂപം എന്നാലോചിക്കുക. തൃപ്പാപ്പൂർക്കാരെ വേണാടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. ഈ സ്വരൂപം കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കഴിയും. കോലസ്വരൂപരാണ് കോലോത്ത് നാടാണ്, മനസ്സിലാക്കി വെക്കുക. കോലോത്ത് നാടാണ്, മനസ്സിലാക്കി വെക്കുക. നെടിയൂരിപ്പ് നെട്ടിക്കുന്ന ആൾക്കാരാണ്, ഏറെ നാടാണ്, മനസ്സിലാക്കി വെക്കുക. ഏറെ നാടാണ്, മനസ്സിലാക്കി വെക്കുക. വേണാട് സ്വരൂപം തൃപ്പാപ്പൂർക്കാരാണ്, മനസ്സിലാക്കുക. തൃപ്പാപ്പൂർക്കാരാണ്, മനസ്സിലാക്കുക. പെരുംഷോ ഉള്ള ആൾക്കാർ എവിടെയാണ്, കൊച്ചിക്കാരാണ്, മനസ്സിലാക്കി വെക്കുക. കൊച്ചിക്കാർ. സോ നിങ്ങൾ ഇതെന്ത് ചെയ്യുക, ഒന്നിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ എൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങൾ പാലിച്ചു പോരുന്ന ഏതെങ്കിലും 2 മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ മൗലിക അവകാശങ്ങൾ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് 3ാമത്തെ ചാപ്റ്ററിൽ. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവാത്ത ഭാഗമാണ്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് കൃത്യമായിട്ട് കാണാറുണ്ട്. ഏതൊക്കെയാണ് മൗലിക കർത്തവ്യങ്ങൾ? ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, ദേശീയഗാനം ലഭിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ചരിത്ര സ്മാരകങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ബഹുമാനിക്കണം, അല്ലെങ്കിൽ സംരക്ഷിക്കണം. അഥവാ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ദ ഹിസ്റ്റോറിക്കൽ മൊണ്യൂമെൻറ്റ്സ്.
അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വളർത്തണം, എല്ലാവരും നല്ല രീതിയിൽ സൗഹാർദ്ദം വളർത്തണം. ഇതൊക്കെ മൗലിക കർത്തവ്യങ്ങൾ പെട്ടതാണ്. പിന്നെ രാഷ്ട്രത്തിന് ഐക്യവും അഖണ്ഡതയും എന്ത് ചെയ്യണം, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കണം. പ്രൊട്ടക്റ്റ് എൻവിയോൺമെൻറ്റ്, ഇതൊക്കെ വരുന്നത് ഏതിനാണ്, മൗലിക അവകാശങ്ങളാണ്. ഏതെങ്കിലും രണ്ടെണ്ണം ഇതാണ് പറഞ്ഞത്, ഒന്നെങ്കിൽ പ്രൊട്ടക്റ്റ് എൻവിയോൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ റെസ്പെക്ട് നാഷണൽ ആൻഡ് അല്ലെങ്കിൽ റെസ്പെക്ട് നാഷണൽ ഫ്ലാഗ് എന്നൊക്കെ എഴുതിയാൽ മതി. മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനാണ്, പെരുമാക്കന്മാരുടെ ഭരണത്തിൻ്റെ സവിശേഷത എന്തെല്ലാം? ഇത് നിങ്ങൾക്ക് എക്സാം ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും പെരുമാക്കന്മാരുടെ ഭരണത്തിൻ്റെ സവിശേഷത നോക്കുകയാണ്. പെരുമാക്കന്മാരുടെ രാജാവാണ്. രാജാവിന് എന്തൊക്കെ വേണമെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. നോക്കട്ടോ, ഒന്നാമത്താണ് രാജാവിന് ആദ്യം വേണ്ട സാധനം. ഒന്നാമത്തത്, പെരുമാക്കന്മാർക്ക് കോയിൽ അധികാരികൾ എന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ രാജാവിന് ആദ്യം ഉണ്ടാവില്ലാണ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണെന്ന് മനസ്സിലാക്കിക്കുക. റെപ്രസെൻറ്റേറ്റീവ്സ് അഥവാ പ്രതിനിധി. ആ പ്രതിനിധി നമ്മളെന്ത് വിളിച്ചു, കോയിൽ അധികാരികൾ. അപ്പോൾ ഈ പോയിന്റ് ഷോർട്ട് ആക്കട്ടോ, കോയിൽ അധികാരികൾ. മാത്രമല്ല ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ 4 തളി എന്ന ബ്രാഹ്മണ സമിതി ആർക്കുണ്ടായിരുന്നു, ഇയാൾക്കുണ്ടായിരുന്നു. അഥവാ നിങ്ങൾ ആലോചിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു പെരുമാൾസ്, അതിനെന്ത് വിളിക്കും, 4 തളി കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ്. ബ്രാഹ്മണന്മാരുടെ സമിതി അല്ല, ബ്രാഹ്മൺസിൻ്റെ ഒരു സമിതി ഉണ്ടായിരുന്നു, അതിനെ വിളിക്കുകയാണ് 4 തളി. ഇവർക്ക് എന്തായാലും പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 തളിക്കാർക്ക് എന്താ പണി, എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അഥവാ ഭരണകാര്യങ്ങൾ നിർവഹിക്കുക. ഇനി അടുത്ത ആളാണ് പെരുമാൾസ് ആഡ് മിലിഷ്യ കാൾഡ് 1000. ഒരു സൈനിക കൂട്ടുണ്ടായി മിലിഷ്യ, അതിനെന്ത് വിളിക്കും, നമ്മൾ 1000 എന്ന് വിളിക്കും. എന്ത് വിളിക്കും, 1000 എന്ന് വിളിക്കും. അടുത്ത സൈനിക കൂട്ടമുണ്ട്. സൈനിക കൂട്ടത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, 1000. ഇനി അടുത്തൊരൊറ്റ പ്രത്യേകത പഠിച്ചു വെക്കുക, നാടുകളും നഗരങ്ങളും നിങ്ങൾക്കറിയാം അവിടേക്ക് എന്ത് നികുതി ഈടാക്കിയിരുന്നു. അഥവാ രാജാവിന് സമ്പത്ത് ഉണ്ടാവുമെങ്കിൽ എന്ത് ചെയ്യണം, നികുതി ഈടാക്കണം. എവിടേക്ക് നികുതി ഈടാക്കിയിരുന്നു മനസ്സിലാക്കി വെക്കുക. എവിടെയൊക്കെ, ബ്രാഹ്മൺ ഗ്രാമാസിൽ, അതേപോലെ നാഡൂസ് നഗരാസിൽ. നാടുകളിലും നഗരങ്ങളിലും ബ്രാഹ്മണ നഗരത്തിലും എന്ത് ചെയ്തിന് നോക്കട്ടോ, നാടുകൾ ഗ്രാമങ്ങൾ അതേപോലെ തന്നെ ബ്രാഹ്മണ ഗ്രാമങ്ങൾ കേട്ടോ. നാഡൂസ്, ബ്രാഹ്മണങ്ങൾ, പട്ടണങ്ങൾ. അപ്പോൾ ഇടയ്ക്കാണ് നാഡൂസ്, നാടുകൾ, നഗരങ്ങൾ. ബ്രാഹ്മണ ഗ്രാമങ്ങൾ. സോ ഈ പോയിന്റ് എന്ത് ചെയ്തു, ഞാൻ ഇതിലേക്ക് ഷോർട്ടാക്കി മാറ്റി ഇതേപോലെ പഠിച്ചേക്കാം. രാജാവിൻ്റെ പ്രതിനിധികളെ കോയിലധികാരികൾ എന്നറിയപ്പെടും. രാജാവ് ബ്രാഹ്മണന്മാരായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അടുത്ത ഭരണകാര്യങ്ങൾ നോക്കിയിരുന്നത്. അവരെ വിളിക്കുന്ന പേരായിരുന്നു 4 തളി. രാജാവിൻ്റെ സൈനിക കൂട്ടുണ്ടായിരുന്നു, സൈനിക കൂട്ടുന്ന പേരാണ് 1000 എന്നറിയപ്പെടുക. രാജാവ് നികുതി പിരിച്ചിരുന്നു നാടുകളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ നിന്നും. സോ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ല, 2 ക്വസ്റ്റ്യൻ അല്ല, 3-ലധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ചോദിക്കും. നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവാടാ, നന്നായിട്ട് എക്സാം ചെയ്താൽ. ഇന്ന് ഒരു ലൈവ് ഉണ്ട്, എൻ്റെ മക്കളെ എല്ലാവരും ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ട് പോകും. ഉറപ്പ് പറയാം, സൈലം ചോദിക്കുന്നേ വരുള്ളൂ, അത് തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ. നമുക്ക് അടിച്ച് പൊളിച്ച് സെറ്റപ്പാക്കി പഠിക്കണം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാത്രമല്ല കമൻറ്റ് ചെയ്യാൻ എൻ്റെ മക്കൾ മറക്കരുത്. നമുക്ക് അടിപൊളിയാക്കി സെറ്റപ്പാക്കി പഠിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ടാറ്റാ ബൈ ഓൾ.